ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരും മുരിങ്ങയിലയും കറിയാണ്. അതിനായിട്ട് കുറച്ച് ചക്കക്കുരു പൊളിച്ച് കുക്കറിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങയില ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചക്കക്കുരുവിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. 2 കരിവേപ്പില ഞാൻ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ശകലം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുക്കറിലായ പെട്ടെന്ന് ആയി കിട്ടുമല്ലോ, നമുക്ക് ഒത്തിരി സമയം ഇരിക്കേണ്ട. അപ്പോൾ അതിന് അരപ്പ് തയ്യാറാക്കാൻ തേങ്ങ, മഞ്ഞൾ, ചെറിയ ജീരകം, പച്ചമുളക് കേട്ടോ. അപ്പോൾ നമ്മളെ ചക്കക്കുരു നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ലതുപോലെ കുക്കറിലിട്ടിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പൊന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ചാറിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ശകലം മഞ്ഞൾപ്പൊടിയും ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ചക്കക്കുരു കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലൊന്ന് താളിച്ചൊഴിക്കണം. അതിനായിട്ടൊരു ചീഞ്ചട്ടി അടുപ്പ് വെച്ചു. അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചെറിയ ഉള്ളിയും വത്തൽമുളകും ഇട്ട് കൊടുത്തു. ഇനി നമുക്കത് താളിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചക്കക്കുരു മുരിങ്ങയിലയിട്ടുള്ള കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ചോറിന് കഴിക്കാനായിട്ട്.